കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഈ ആണ്ടിൻ്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ ഡിസംബർ മാസം 24-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിദേശത്തും സ്വദേശത്തും ആമേൻ, ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ആയിരിക്കുന്ന എല്ലാ ആമേൻ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ ചിന്തയ്ക്കായിട്ട് 74-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 74 അതിൻ്റെ 13. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. സ്തോത്രം. എന്നാൽ 73-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 73-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുകയാണ്. സ്തോത്രം. 22-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം. 22-ാം വാക്യം പറഞ്ഞു, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരിക്കുന്നു. 25-ാമത്തെ വാക്യം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആസാബ് ഈ സങ്കീർത്തനങ്ങളെ എഴുതുമ്പോൾ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം ആസാബിന് കൊടുക്കുന്ന ചില ദർശനങ്ങൾ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് അവർ കടന്നു വരുമ്പോൾ തന്നെ അവരുടെ വഴികളിൽ ഒത്തിരി പതിയിരിപ്പുകാരുണ്ടായിരുന്നു, ഒത്തിരി പ്രതികൂലങ്ങൾ വഴിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ വചനം ചിന്തിക്കുമ്പോൾ പറയുന്നത്, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു, അഥവാ തകർത്ത് കളഞ്ഞു. സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന വിധങ്ങളാണ്. ഈ നദി അവർ കടക്കുമ്പോൾ ഈ വെള്ളത്തിൽ പതിയിട്ട് കിടക്കുന്ന തിമിംഗലങ്ങൾ, ഒന്നിലധികം തിമിംഗലങ്ങൾ, ദൈവം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം ദൈവം എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ഇന്ന് പകലിൽ ദൈവമക്കൾക്ക് വിരോധമായി ശത്രു എവിടെയെല്ലാം പതിയിട്ട് കിടന്നാലും അതിനെയൊക്കെ ഉടച്ചു കളയുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്നുണ്ട്. ആസാബ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തന്നെ, ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ തന്നെ, ഈ സങ്കീർത്തനകത്ത് ഒത്തിരി 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 ആമേൻ വെളിപ്പാടുകൾ നിറയപ്പെട്ടിരിക്കുന്നു. 14-ാമത്തെ വാക്യം പറയുന്നു, ഈ തിമിംഗലം ആരെന്നറിയാമോ? ദിവ്യാതാന്റെ തലകളെ നീ എന്ത് ചെയ്തു? തകർത്തു. മരുഭൂവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. കണ്ടോ? 13-ാമത്തെ വാക്യത്തിൽ നീ അവരെ തലകളെ ഉടച്ചു കളഞ്ഞു. 14-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ തലകളെ തകർത്തു. സ്തോത്രം. ഇന്ന് പകലിൽ ചിലത് നിനക്ക്, നിന്റെ തലമുറയ്ക്കും കുടുംബത്തിനും ഉപജീവന വഴിക്കും നേരെ തല ഉയർത്തുമെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു അതിനെ തകർക്കാൻ പോകുക. വേറെ ആരുമല്ല, അത് ദിവ്യാതാൻ. അവൻ പതിയിട്ട് കിടക്കുക, നിന്റെ യാത്രകൾ മുടക്കുവാൻ. ആമേൻ. നിന്റെ ജീവിതത്തിനകത്തുള്ള പ്രതീക്ഷകൾക്കെല്ലാം അവസാനം കുറിക്കുവാൻ
ഇതിങ്ങനെ പതിയിട്ട് കിടക്കുക. എന്നാൽ പുറപ്പാട് പുസ്തകം 14 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 21 വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ കടൽമേലെ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലം ആക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. സ്തോത്രം. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചവൻ കരം നീട്ടി ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി. എന്നാൽ പ്രാർത്ഥിക്കാത്തവൻ്റെ മിസ്രയീം ദേശത്ത് നിന്ന് ഫറവോനും കുടുംബവും കുതിരകളും രഥങ്ങളും കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ പ്രാർത്ഥിച്ചവൻ്റെ കരം നീട്ടി ആ ചെങ്കടലിനെ യഥാസ്ഥാനപ്പെടുത്തി. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, അവരുടെ രഥങ്ങളെ ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ്, അവർ ആമേൻ വാഹനമാക്കിയ ആമേൻ ചില ക്രമീകരണങ്ങൾ ക്രമീകരിച്ച് തന്റെ ജനത്തെ തകർത്ത് കളയുവാൻ വിവിധ സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ അവരെ ഓട്ടിച്ചു കളഞ്ഞ, നോക്കൂ, ദൈവം മോശയുടെ കയ്യെ തിരിച്ചു നീട്ടാൻ പറഞ്ഞപ്പോൾ മോശ തിരിച്ച് കരം നീട്ടി. ഇന്ന് പകലിൽ ആമേൻ ദൈവ പൈതലേ, നിന്നെ ഒരിക്കലും തകർത്ത് കളയുവാൻ ആർക്കും കഴിയത്തില്ല. തീർന്നു പോയി എന്ന് പറഞ്ഞു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് മോശയുടെ കയ്യിൽ കൂടെ ജനത്തെ സുരക്ഷിതമായി മറുകരയെത്തിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തരുവാൻ ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. സ്തോത്രം. യോബിന്റെ പുസ്തകം 41 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിൻ്റെ ആമേൻ സ്തോത്രം. നോക്കൂ, കയറുകൊണ്ട് അമർത്താമോ? സ്തോത്രം. അതിൻ്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിൻ്റെ അണയിൽ കൊളുത്ത് കടത്താമോ? ഇതൊക്കെ ചോദിക്കുന്ന ഒരു ദൈവം. നോക്കിക്കേ, ഇതെല്ലാം ചോദിച്ച് ഇയ്യോബിനെ ഒന്ന് ടെൻഷനാക്കുക. പലപ്പോഴൊക്കെ എന്നോട് നിങ്ങളോട് ദൈവം ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും. ടെൻഷനാകരുത്. ദൈവശബ്ദത്തിനായി നിങ്ങൾക്ക് ചെവി കോർക്കുമെങ്കിൽ ഈ 74 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം പറയുന്നു, നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു, മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. ആമേൻ. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്, വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പകൽ ദൈവം ജനത്തിന് നൽകിയെങ്കിൽ രാത്രിയും ജനത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രാത്രിയിൽ തകർത്ത് കളയാൻ നിനക്ക് എന്തെങ്കിലും പദ്ധതികൾ ശത്രു നിനക്കെതിരെ ഒരുക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം, രാത്രി നിനക്കുള്ളതാ. അതാ പറഞ്ഞ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ദൈവം നിയമിച്ച് അതിൻ്റെ നിലയിൽ ദൈവം അതിന് ഡ്യൂട്ടികൾ ആമേൻ കൊടുത്തെങ്കിൽ അതാത് സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ ദൈവം അതിന് ഇടയാക്കിയെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ അടിച്ചുയരുന്ന പ്രതികൂലമെന്ന തിരമാലകളെ ചവിട്ടി തകർക്കുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ഇതിനെ ബലപ്പെടുത്തി പുറത്തെടുക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് പകൽക്കാലം ചില തലകളെ ഉടച്ചു കളയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലതിനെ പൊട്ടിച്ചു മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 51:9 മുതൽ ആമേൻ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്നുണ്ട്.
എന്നാൽ ഇവിടെ പറയും, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലയെ നീ എന്ത് ചെയ്തു? ഉടച്ചു കളഞ്ഞു. ഒന്നിലധികം തലകൾ, ഒന്നിലധികം പ്രയാസങ്ങൾ നിന്റെ യാത്രയിൽ പതിയിരിപ്പുകളുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവം നിന്നെ പരിപാലിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവവൈതലെ, കർത്താവിനേക്കാൾ എന്തിനെ സ്നേഹിച്ചാലും അതെല്ലാം വിഗ്രഹങ്ങളാണ്. കർത്താവിനേക്കാൾ നീ എന്തിനെ മുറുകെ പിടിച്ചാലും അതെല്ലാം ഈ സമൂഹത്തിലെ വിഗ്രഹ ശക്തികളാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ അത് ചെറുതല്ല, വലിയ വഴികളാണ്. അതിലേക്ക് വ്യക്തിക്കായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവശബ്ദത്തിനായി നമ്മൾ തയ്യാറാകുമെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ജനത്തിൻ്റെ മുമ്പിൽ ശത്രുക്കളുടെ നേരെ ദൈവത്തിൻ്റെ ജയഘോഷം മുഴക്കിയെങ്കിൽ ഈ വചനം കേൾക്കുന്ന, പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യും. അങ്ങോട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അഭിഷിക്തന്മാരുടെ വാഹനങ്ങൾ, ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ മറയ്ക്കും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.